കിട്ടിയ അവസരം മുതലാക്കി ബി.ജെ.പിയെ കടന്നാക്രമിച്ചെത്തിയിരിക്കുകയാണ് സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ്. ബി.ജെ.പി വീണ്ടും അധികാരത്തിലെത്തുന്നത് എന്തു വില കൊടുത്തും തടയണമെന്ന് ശക്തമായി തന്നെ അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബി.ജെ.പി വീണ്ടും അധികാരത്തിലെത്തിയാൽ ജനങ്ങളുടെ വോട്ടവകാശം റദ്ദാക്കുമെന്നും നേതാവ് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. പാർലമെന്റിലെ നടപടികൾ ചൂണ്ടിക്കാട്ടിയാണ് അഖിലേഷിന്റെ ഈ പ്രതികരണം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഭരണഘടന സംരക്ഷിക്കാൻ വേണ്ടിയുള്ളതാണ്. ചോദ്യങ്ങൾക്ക് മറുപടി നൽകാതെ പ്രതിപക്ഷ എംപിമാരെ കൂട്ടത്തോടെ പാർലമെന്റിൽ നിന്ന് പുറത്താക്കുകയാണ് ബി.ജെ.പി ചെയ്തത്. പാർലമെന്റ് പ്രവർത്തിക്കണം എന്നവർക്കില്ല. അതുകൊണ്ട് തന്നെ ഇനിയും ബി.ജെ.പി അധികാരത്തിലെത്തുന്നതിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും അഖിലേഷ് പറയുന്നുണ്ട്. പാർലമെന്റിൽ നടന്ന ആക്രമണം സംബന്ധിച്ച് ആഭ്യന്തരമന്ത്രി അമിത്ഷാ സഭയിൽ പ്രതികരിക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിപക്ഷ അംഗങ്ങൾ പ്രതിഷേധിച്ചത്. എന്നാൽ പ്രതിപക്ഷ അംഗങ്ങളെ കൂട്ടത്തോടെ പുറത്താക്കുകയായിരുന്നു. 100 അംഗങ്ങളെ ലോക്സഭയിൽ നിന്നും 46 അംഗങ്ങളെ രാജ്യസഭയിൽ നിന്നും പുറത്താക്കി. ഈ സംഭവം ചൂണ്ടിക്കാട്ടിയാണ് അഖിലേഷ് യാദവിന്റെ പ്രതികരണം. 2001 പാർലമെന്റ് ആക്രമണം നടന്നതിന്റെ വാർഷിക ദിനമായ ഡിസംബർ 13 സുരക്ഷ വീഴ്ചയുണ്ടായത്. ലോക്സഭയുടെ ഗ്യാലറിയിൽ നിന്ന് 2 പേർ സഭാതളത്തിലേക്ക് ചാടുകയായിരുന്നു. ബി.ജെ.പി എംപിയിൽ നിന്ന് പാസ് നേടിയാണ് ഇരുവരും പാർലമെന്റിൽ കടന്നത്. സാഗർ ശർമ്മ, മനോരഞ്ജൻ ഡി എന്നിവരായിരുന്നു സഭയിലേക്ക് ചാടിയെത്തിയത്. മഞ്ഞപ്പുക പരത്തി ഇരുവരും തൊഴിലില്ലായ്മ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തു. ഈ സാഹചര്യം സംബന്ധിച്ച് വിശദീകരണം വേണമെന്നാണ് പ്രതിപക്ഷം ആവശ്യപ്പെട്ടത്. പ്രതിഷേധം ശക്തമായതോടെ പ്രതിപക്ഷാംഗങ്ങളെ സഭയിൽ നിന്ന് പുറത്താക്കി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരവെയാണ് വിഷയം പ്രതിപക്ഷം ശക്തമായി ഉന്നയിക്കുന്നത്. ബി.ജെ.പിക്കെതിരെ പ്രതിപക്ഷ പാർട്ടികൾ ചേർന്ന് ഇന്ത്യ സഖ്യം രൂപീകരിച്ച് പ്രവർത്തനം ഏകോപിപ്പിച്ചു വരികയാണ്. സീറ്റ് വിഭജന ചർച്ചയിലാണ് ഇന്ത്യ സഖ്യം. എന്നാൽ എങ്ങനെ സുഗമമായി സീറ്റ് വിഭജനം പൂർത്തിയാക്കുമെന്ന ചോദ്യവും ബാക്കിയാണ്. സീറ്റിന്റെ കാര്യത്തിൽ സഖ്യത്തിൽ ഭിന്നതയുണ്ടെന്ന വാർത്തകളും വന്നിട്ടുണ്ട്. ഇക്കാര്യങ്ങൾ പരിശോധിക്കാൻ കോൺഗ്രസ് പ്രത്യേക സമിതിയെ തന്നെ നിയോഗിച്ചിരുന്നു എന്നതും വ്യക്തമാണ്. അതേസമയം കഴിഞ്ഞ ദിവസം മോദിക്കെതിരെ തുറന്നടിച്ച് രാഹുൽ ഗാന്ധിയും എത്തിയിരുന്നു. ലോക ചാമ്പ്യൻഷിപ്പ് മെഡൽ ജേതാവ് വിനേഷ് ഫോഗട്ട് ഖേൽരത്നയും അർജുന അവാർഡും തിരികെ നൽകിയതിന് പിന്നാലെയാണ് പ്രതികരണവുമായി രാഹുൽ ഗാന്ധി എത്തിയത്. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ എത്തുന്നതിൽ നിന്ന് ഡൽഹി പോലീസ് തടഞ്ഞതിനെ തുടർന്ന് വിനേഷ് ഫോഗട്ട് ഈ 2 അവാർഡുകളും ന്യൂഡൽഹിയിലെ കർത്തവ്യ പാതയുടെ മധ്യത്തിൽ ഉപേക്ഷിക്കുകയായിരുന്നു. ഇതിനാണ് രാഹുൽ മോദിക്ക് മറുപടി നൽകിയത്. രാജ്യത്തെ ഓരോ മകൾക്കും ആത്മാഭിമാനമാണ് ആദ്യം ലഭിക്കേണ്ടതെന്നും അതിനുശേഷമാണ് മെഡലും ബഹുമതികളും വരുന്നതെന്നും രാഹുൽ ഗാന്ധി തന്റെ എക്സ് പോസ്റ്റിൽ ചൂണ്ടിക്കാട്ടി. 3 ഗുസ്തി താരങ്ങൾ ലൈംഗിക പീഡന ആരോപണങ്ങൾ ഉന്നയിച്ച മുൻ റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ പ്രസിഡന്റ് ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിനെ പരോക്ഷമായി പരാമർശിച്ചുകൊണ്ടായിരുന്നു രാഹുലിന്റെ ട്വീറ്റ്. ഒരു പ്രഖ്യാപിത ബാഹുബലിക്ക് ലഭിച്ച രാഷ്ട്രീയ നേട്ടങ്ങളുടെ വില ഈ ധീരപുത്രിമാരുടെ കണ്ണീരിനേക്കാൾ വലുതാണോ? പ്രധാനമന്ത്രി രാജ്യത്തിന്റെ കാവൽക്കാരനാണ്. അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഇത്തരം ക്രൂരത കാണുന്നതിൽ വേദനയുണ്ടെന്നാണ് രാഹുൽ മോദിക്കെതിരെ ട്വീറ്റിലൂടെ തുറന്നടിച്ചത്.